മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ BJP NSSനെ വിഴുങ്ങുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. അതിൽ വളരെ വിശദമായി ഞാൻ ചില കാര്യങ്ങൾ പ്രതിപാദിച്ചിരുന്നു. ഉത്തർപ്രദേശിലടക്കമുള്ള മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള പല സാമുദായിക സംഘടനകളുടെയും ഒക്കെ പ്രാധാന്യവും അവരുടെ നേതാക്കന്മാരുടെ വിലയുമൊക്കെ നഷ്ടപ്പെടുകയും പകരം ആ സ്ഥാനങ്ങളിലേക്ക് അവരുടെ അണികളെ മുഴുവനായും തന്നെ ഏതാണ്ട് തട്ടിയെടുക്കുകയും ചെയ്യാൻ BJPക്കും RSSനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ വീഡിയോയിൽ തന്നെ 5000-ലേറെ വരുന്ന ശാഖകൾ, കരയോഗം ശാഖകളുള്ള NSSൻ്റെ ഏതാണ്ട് 15-20% ശാഖകളിലും ഇപ്പോൾ പ്രധാനപ്പെട്ട അതിൻ്റെ ലോക്കൽ നേതാക്കന്മാരിലേക്കുന്നത് BJPക്കാരാണെന്നും അത്തരത്തിലുള്ളൊരു സ്വാധീനമുണ്ടാക്കാൻ BJPക്കും സംഘപരിവാറിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നും സമീപ ഭാവിയിൽ തന്നെ NSSനെ BJP വിഴുങ്ങാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ വളരെ കൃത്യമായി ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് സുകുമാരൻ നായർ എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കെല്ലാം ഓർമ്മയുള്ളതുപോലെ തന്നെ ഒരു ഐക്യശ്രമം, അതായത് NSS SNDP ഐക്യം നിലവിൽ വരുന്നു എന്ന് വിചാരിച്ചിട്ടുള്ളത്. അതൊരു നായർ ഈഴവ ഐക്യമായിട്ടൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, പക്ഷേ ഒരു NSS SNDP ഐക്യമാണ്. അതിൽ കുറച്ചൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. കാരണം അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷ പോളറൈസേഷനുള്ള എല്ലാ സാധ്യതകളും ഇപ്പം നിലനിൽക്കുന്നു. കുറേ കൂടി ഇത്തരത്തിലുള്ള സമുദായത്തിനും അതുപോലെ മതജാതി ചിന്തകൾക്കുമൊക്കെ തന്നെ വലിയ അടിത്തറ കേരളത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി സുശക്തമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഐക്യം വന്നത്. അപ്പോൾ ഐക്യത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ ഐക്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിച്ചുകൊണ്ട് BJP ഒരു പിൻവാതിലിലൂടെ തങ്ങൾ നേരെ കൈ കൊടുത്താൽ സുകുമാരൻ നായർ തയ്യാറാവില്ലെന്നറിയാം. അതുകൊണ്ട് തങ്ങളുടെ കൈ പുറകിൽ പിടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ കൈ മുമ്പിലേക്ക് എടുത്ത് വെക്കുന്നത് സംഘപരിവാറാണെന്നും ആ സംഘപരിവാറിൻ്റെ ഒരു ഐക്യത്തിന് അദ്ദേഹം തയ്യാറാവുകയാണെങ്കിൽ അതൊരു പക്ഷേ ആത്മഹത്യാപരമായിരിക്കുമെന്നും അങ്ങനെ തയ്യാറാകണമെങ്കിൽ അത് NSSനെ തന്നെ ഭാവിയിലേക്ക് വിഴുങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതാണ്ട് അതെല്ലാം തന്നെ ഇന്നത്തെ ഒരു പത്രസമ്മേളനത്തിലൂടെ സുകുമാരൻ നായർ ശരിവെക്കാണ് ഉണ്ടായിട്ടുള്ളത്. ആ പത്രസമ്മേളനം നടത്താനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഈ ഐക്യശ്രമത്തിൽ നിന്ന് NSS പിന്മാറിയതിനെക്കുറിച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. ആ പരാമർശങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സുകുമാരൻ നായർ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നും അദ്ദേഹത്തോട് യാതൊരു വിധത്തിലുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ അധിക്ഷേപമോ ഒന്നും ഒരു ആളുകളും നടത്തരുതെന്നും നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, എന്തായാലും നമ്മൾ ഒന്നിക്കേണ്ടവരാണെന്നും കൂടാതെ അതൊരു സഹോദര സംഘടനയാണെന്നും സഹോദര സമുദായമാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ എല്ലാത്തിനെയും പൊളിച്ചടുക്കിക്കൊണ്ട് വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു പത്രസമ്മേളനമാണ് ഇന്ന് സുകുമാരൻ നായർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രസംഗം പോലും വളരെ തന്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതൊരു ഈ NSS SNDP ഐക്യത്തിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് എന്നുള്ളതും അദ്ദേഹം വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് വേറെ ആരും ഇടപെട്ടിട്ടില്ല, പക്ഷേ ഈ ഐക്യം പൊളിക്കാനായിട്ട് വേറെ ആരും ഇടപെട്ടിട്ടില്ല, പകരം ഞങ്ങൾ തന്നെയാണ് ഇടപെട്ടത് എന്ന് പറഞ്ഞു. കാരണം ഐക്യം പൊളിക്കാൻ ചില രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം അതിൻ്റെ ഒരു സംഭവങ്ങൾ നടന്നിട്ടുള്ള അതിൻ്റെ കൃത്യമായിട്ടുള്ള സീക്വൻസുകൾ പറയുന്നുണ്ട്, അതിൻ്റെ പരമ്പരകൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതുണ്ടാകാമെന്ന് പറഞ്ഞ് ഐക്യമുണ്ടാകാമെന്ന് പറഞ്ഞതിന് ശേഷം 2-3 ദിവസം ആരും വിളിക്കാതിരിക്കുകയും പിന്നെ തുഷാർ വെള്ളാപ്പള്ളി നേരെ ഇദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. വിളിച്ചുകൊണ്ടിട്ട് ഞാൻ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വരാൻ പോവുകയാണ്, ഐക്യത്തിനുള്ള ചർച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചു ചോദിച്ചു, താങ്കളൊരു NDAയുടെ നേതാവല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ, BJPയുടെ ഘടകകക്ഷിയല്ലേ, അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു കാര്യത്തിൽ മുൻകൈ എടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്തു, അദ്ദേഹം കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം തിരികെ വിളിച്ചിട്ട് വീണ്ടും തുഷാറിനോട് പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വരേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടാതെ അപ്പം തന്നെ ഈ പറയുന്ന ഇതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകളുണ്ടോ, താല്പര്യമുണ്ടോ എന്ന് പറയുന്ന ഒരു സംശയം അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പത്മവിഭൂഷൺ പോലെയുള്ള ഈ പറയുന്ന ഒരു പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നതും അത് വെള്ളാപ്പള്ളി നടേശനുമൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കെണിയിൽ ഞങ്ങൾ വീഴാനില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് ഐക്യത്തിൻ്റെ കെണിയിൽ ഞങ്ങൾ വീഴാനില്ല എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മകൻ പിന്നെ കൂടാതെ അദ്ദേഹം കുറച്ചുകൂടി വലിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മകൻ BJPക്കാരാണെന്നറിയാം, പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. NSSൻ്റെ തീരുമാനത്തെ സംശയിക്കുന്നത് മറ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാമെന്ന് വെള്ളാപ്പള്ളി സംശയിക്കുന്നത് പോലെ സഖ്യത്തിൻ്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് അദ്ദേഹത്തിനും ചില സംശയങ്ങൾ തോന്നി എന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ ഇദ്ദേഹം പറയുന്നത്, പത്മ അവാർഡൊക്കെ എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കിട്ടുമായിരുന്നു, ഞാനത് വേണ്ടെന്ന് വെച്ചാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ സംഘടിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് പത്മ അവാർഡ് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. പിന്നെ
ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങളോട് മറ്റ് ചാനലുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടുത്തെ CPM-നോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അദ്ദേഹം VD സതീശനെതിരായി പറയുന്നുണ്ട്, സിനഡിൻ്റെ യോഗത്തിൽ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന പോലെ രാഷ്ട്രീയമല്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യത്തിന് ന്യൂനപക്ഷത്തെ കയ്യിലെടുക്കാൻ സതീശനും കൂട്ടരും, അതായത് കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സതീശൻ മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ എന്ന് ചോദിക്കുമ്പോൾ സതീശൻ ഒരുപാട് വരമ്പുകൾ ചാടിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ മാപ്പ് പറയൽ ഇനി നടക്കില്ല എന്നും, ആദ്യമാണ് പറഞ്ഞിരുന്നത് അതൊരു അബദ്ധം പറ്റിപ്പോയതാണ്, തിണ്ണനിറങ്ങാൻ പോകണ്ട എന്ന് പറഞ്ഞൊരു അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിടാമായിരുന്നു എന്നും, പക്ഷേ അങ്ങനെ പറയുകയും അതിന് തൊട്ടു മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ഇദ്ദേഹം നോർത്ത് പറവൂരിൽ മത്സരിക്കുമ്പോൾ പറവൂരിലെ ഈ അവിടുത്തെ മണ്ഡല പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് ഈ NSSൻ്റെ നേതാവിനെ വിളിച്ചുകൊണ്ട് ഇയാളെ സഹായിക്കണമെന്ന് പറയിപ്പിക്കുകയും ചെയ്തതിന് ശേഷം പക്ഷേ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തെ വല്ലാതെ ദേഷ്യപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു ദൂതനായിട്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറി, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തെ സുകുമാരൻ നായർക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരാളാണ്. പൗത്തിൽ പിതാവൊക്കെ മരിച്ച ഘട്ടത്തിൽ ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറി വന്ന് കണ്ടിരുന്നുവെന്നും ഇത് എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഒത്തുതീർപ്പാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുവെന്നും, അപ്പോൾ അത്തരത്തിൽ ഒത്തുതീർപ്പൊന്നും ആക്കാൻ കഴിയില്ല, എനിക്കൊരു ഡിമാൻഡുമില്ല എന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് വന്ന് നോക്കിയിട്ട് പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി സതീശനെ എതിർക്കുന്നൊരു നിലപാട് തന്നെയാണ് അവർ പിന്തുടരുന്നത് എന്ന് ചുരുക്കം. കൂടാതെ മറ്റ് 2 ചോദ്യങ്ങൾ കൂടി കൃത്യമായിട്ട് അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. ഒന്ന്, ശബരിമലയിൽ നടന്നിട്ടുള്ള മോഷണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പുറത്തൊരു തെറ്റുമില്ലെന്നും സർക്കാരും കോടതിയും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ അത് അന്വേഷിക്കുന്നുണ്ടെന്നും, ഇത്തവണ ഞങ്ങൾ സതീശനെ സഹായിക്കാനില്ല എന്നും സതീശൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല എന്നുമാണ് പറയുന്നത്. ആര് വേണമെങ്കിലും ഭരിക്കട്ടെ, ഒരു സാമുദായിക സന്തുലനം പാലിച്ചാൽ മതി. ഞങ്ങൾ വലതുപക്ഷത്തെയും BJP-യും പോലെ ഇപ്പോൾ CPM-ൻ്റെ സർക്കാരൊന്നും തന്നെ ജാതി നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ പ്രവർത്തകർ നല്ല പ്രവർത്തകരാണോ എന്ന് നോക്കിയാണ് ചെയ്യുന്നത്. അല്ലാതെ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ തന്നെ പറഞ്ഞിരുന്നു, ഇനി അഥവാ UDF-ഓ LDF-ഓ ആരെങ്കിലും വന്നാൽ പോലും ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് NSSൻ്റെ ഒരു തന്ത്രപരമായ നിലപാടിന് വലിയ കോട്ടം തട്ടും, അല്ലെങ്കിൽ ഒരു തന്ത്രജ്ഞതയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും വന്നോട്ടെ, ഞങ്ങൾ ഒന്നിലും ഇടപെടാനില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനീതികൾ നേരിടേണ്ടി വന്നാൽ ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോകില്ല, ഞങ്ങൾ കോടതിയിൽ പോയി അതിന് പരിഹാരം തേടും എന്നുള്ളത് കൂടിയാണ് സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഒന്ന്, അദ്ദേഹം കൃത്യമായി തന്നെ BJP-യെയും കോൺഗ്രസിനെയും അതുപോലെ VD സതീശനെയും ഒക്കെ തള്ളിപ്പറയുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ നല്ല അഭിപ്രായമാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും അത് സർക്കാരും കോടതിയും എല്ലാം തന്നെ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും, കൂടാതെ ഇടതുപക്ഷ സർക്കാർ വലതുപക്ഷ സർക്കാരിനെ പോലെയല്ല, അതായത് കോൺഗ്രസ് UDF സർക്കാരുകളെ പോലെയല്ല, അവർ ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെ അവരുടെ പ്രവർത്തകർക്ക് അവരുടെ ആളുകൾക്ക് വേണ്ടി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുമാണ് പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞാൽ SNDP-യുമായിട്ട് ഞങ്ങളൊരു ഐക്യത്തിനില്ല എന്ന് പറയുമ്പോൾ പോലും, അത്തരത്തിലൊരു ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഈ ഇടതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ CPM-നോടൊപ്പം തന്നെയാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഒരു കാര്യം ഉറപ്പാണ്, VD സതീശനെ സഹായിക്കാനില്ല എന്നുള്ളത് കൂടി അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു, ഇത്തവണ ഞങ്ങൾ അങ്ങനെ സഹായിക്കാനില്ല എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയറാണ്. NSS-ഉം SNDP-യും ഇപ്പോഴും ഇവിടെ കേരളത്തിൽ ഉറപ്പായും LDF-നോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്.